ഹായ് ഫ്രണ്ട്സ്, 1 മില്യൺ സ്റ്റിച്ചിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ എളുപ്പത്തിൽ ശരിയായ മെത്തേഡിൽ സ്ലീവ് കട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പഠിക്കാം. ഈസി മെത്തേഡാണ്, എല്ലാവർക്കും ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇന്ന് ഈ വീഡിയോയിൽ സ്ലീവിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം കൂടി ഞാൻ പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പം സ്ലീവ് കട്ട് ചെയ്യാനായിട്ട് ഞാനിവിടെ തുണി എടുത്തിട്ടുണ്ട്. തുണിക്ക് ചുളിവുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ഒന്ന് അയൺ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഞാനിവിടെ അയൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്കിനി തുണി മടക്കുന്നത് എങ്ങനെ നോക്കാം. കണ്ടോ, ഫസ്റ്റ് ഇതുപോലെ രണ്ടായി മടക്കാം, വീണ്ടും ഒന്നും കൂടി മടക്കാം. അപ്പോൾ ഇങ്ങനെ മടക്കുമ്പം 4 ലെയറായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ 2 സ്ലീവിൻ്റെ തുണി വന്നിട്ടുണ്ട് ഇവിടെ. അപ്പോൾ ഇങ്ങനെ മടക്കുമ്പം നമുക്കൊരു പ്രശ്നം പറ്റും. ഇവിടെ ഈ പോർഷനിൽ നമ്മൾ തയ്യൽ തുമ്പ് തികയാതെ വരും. എല്ലാ സ്ലീവിനല്ല, കുറച്ച് വലിയ സൈസുള്ള സ്ലീവിനാണ് ഈ തയ്യൽ തുമ്പ് തികയാതെ വരുന്നത്. അപ്പോൾ നമ്മൾ ഇത്രയും ഭാഗം പീസ് കൂട്ടേണ്ടതായിട്ട് വരും. അപ്പോൾ അങ്ങനെ നമ്മൾ പീസ് കൂട്ടി ചെയ്യുന്നൊരു വീഡിയോ ഇടാം. അപ്പോൾ ഇന്ന് ഞാൻ പീസ് കൂട്ടാതെ എങ്ങനെ ചെയ്യാമെന്നാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, ഇതുപോലെ ആക്കിയിട്ട് നമ്മൾ നീളത്തിലോട്ട് ഇതുപോലെ മടക്കാം. മനസ്സിലായോ? ഇതുപോലെ മടക്കാം. ഇതുപോലെ മടക്കിയിട്ട് നമ്മൾ ഇങ്ങനെ വെക്കാം. അപ്പോൾ ഇങ്ങനെ വെക്കുമ്പം നമ്മൾ ഈ ഫോൾഡുള്ള ഈ ഭാഗമാണ് നമ്മൾ സ്ലീവിൻ്റെ ലെങ്ത്തായിട്ട് എടുക്കേണ്ടത്. ഈ താഴെയുള്ള ഈ ഭാഗം നമ്മളെ സ്ലീവിൻ്റെ താഴത്തെ വണ്ണമില്ലേ, അതാണ് നമ്മൾ എടുക്കേണ്ടത്. ഈ പോർഷൻ വരുന്നത് സ്ലീവിൻ്റെ ഷേപ്പ് വരുന്ന പോർഷനാണ്. ഈ ഭാഗം തയ്യൽ തുമ്പാണ് കേട്ടോ. മനസ്സിലായല്ലോ? അപ്പോൾ ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഏറ്റവും താഴെ ഒന്ന് ലെവലാക്കി കൊടുക്കാം. കാരണം ഇത് ലൈനിങ്ങിൻ്റെ ക്ലോത്താണ്. അല്ലെങ്കിൽ നല്ല ക്ലോത്ത് ആണെങ്കിൽ നമ്മൾ ലെവലാക്കി കൊടുക്കണം കേട്ടോ. ലെവലാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യുക, താഴെയുള്ള തയ്യൽ തുമ്പ് മാർക്ക് ചെയ്യാം. അതായത് ലൈനിങ്ങുള്ള സ്ലീവ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ഒരു 1/2 ഇഞ്ച് മാത്രം തയ്യൽ തുമ്പ് വിട്ട് മാർക്ക് ചെയ്താൽ മതി. ലൈനിങ് ഇല്ലാത്ത സ്ലീവ് ആണെങ്കിൽ നമ്മൾ 1.25 1.5 ഇഞ്ചൊക്കെ വിടാം കേട്ടോ. അത് തുണിക്കനുസരിച്ചിട്ടാണ് നമ്മൾ 1.25 1.5 ഇഞ്ച് വിടുന്നത്. അപ്പോൾ ഞാനിവിടെ ഏകദേശം കണക്ക് വെച്ച് നമ്മളിങ്ങനെ വരച്ചു കൊടുക്കാൻ പാടില്ല കേട്ടോ. കാരണം നമ്മൾ തയ്യൽ പഠിച്ചു വരുന്നതേ ഉള്ളൂ. അപ്പം ടാപ്പ് ഇതുപോലെ വെച്ചിട്ട് വേണം നമ്മൾ തയ്യൽ തുമ്പ് മാർക്ക് ചെയ്യാൻ. അപ്പോൾ ഇവിടെ ഞാൻ 1/2 ഇഞ്ചാണ് വിട്ട് കൊടുക്കുന്നത്. ലൈനിങ്ങുള്ള സ്ലീവ് ആയതുകൊണ്ടാണ് കേട്ടോ. 2 പോയിൻ്റ് ഒന്ന് വരച്ചു കൊടുക്കാം. അപ്പോൾ ഇനി നമുക്ക് സ്ലീവിൻ്റെ ലെങ്ത്താണ് മാർക്ക് ചെയ്യേണ്ടത്. അത് ഒരളവ് ബ്ലൗസിൽ നിന്ന് എങ്ങനെ എടുക്കുന്നത് നോക്കാം. ഇതാണ് അളവ് ബ്ലൗസ്. അപ്പോൾ അളവ് ബ്ലൗസ് ആയാലും അളവ് ചുരിദാറായാലും സ്ലീവിൻ്റെ മെഷർമെൻ്റ് എടുക്കേണ്ടത് ഒരേ മെത്തേഡിലാണ് കേട്ടോ. അതിൽ മാറ്റമൊന്നുമില്ല. അപ്പോൾ നമ്മളിവിടെ സ്ലീവിൻ്റെ മെഷർമെൻറ്റ്സിൽ എല്ലാവർക്കും വ്യത്യാസം വരും കേട്ടോ. ഒരേ അളവല്ല എല്ലാവർക്കും വരുന്നത്, വ്യത്യാസമായിട്ടുള്ള അളവാണല്ലോ എല്ലാവർക്കും ഉള്ളത്. അപ്പം നമ്മളിവിടെ നോക്കേണ്ടത് മെത്തേഡാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. നിങ്ങൾ മെയിനായിട്ട് നോക്കേണ്ടത് മെത്തേഡാണ് കേട്ടോ. അളവ് പറഞ്ഞു തരുന്നത് ഈ ഒരു ബ്ലൗസിൻ്റെ ആണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്തെന്ന്, നിങ്ങളെ ബ്ലൗസ് എടുത്തിട്ട് അത് എത്രയാണോ ഉള്ളത് അത് നോക്കിയിട്ട് വേണം നിങ്ങൾ ചെയ്യാൻ. അപ്പോൾ ആ ഒരു ചെയ്യുമ്പോൾ മെത്തേഡ് ഇത് തന്നെ ഫോളോ ചെയ്യണം കേട്ടോ. അളവിൽ മാത്രം വ്യത്യാസം വരും. ഓക്കെ. അപ്പോൾ ഈ ബ്ലൗസിൻ്റെ ഫ്രണ്ട് പീസാണിത്. അപ്പോൾ ഈ ബ്ലൗസ് ടക്ക് വന്നിട്ടുള്ളത് 2 വന്നിട്ടുള്ളൂ കേട്ടോ. ഈ രണ്ടാമത്തെ ഈ ടക്ക് വന്നിട്ടില്ല. അപ്പോൾ ഈ ബ്ലൗസ് ഇട്ട് കാണാൻ കപ്പ് നല്ല ഷേപ്പിൽ നിൽക്കുന്നുണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ട് ഇത് കാണാൻ. അതേപോലെ ഇതിൻ്റെ ഷോൾഡർ വന്നിട്ടുള്ളത് 2 ഇഞ്ചേ ഉള്ളൂ കേട്ടോ. തയ്ച്ച് കഴിഞ്ഞിട്ട് 2 ഇഞ്ചേ വന്നിട്ടുള്ളൂ. നല്ല പെർഫെക്റ്റ് ആയിട്ടുണ്ട് ഈ ബ്ലൗസ് കാണാൻ. അപ്പോൾ നമുക്ക് സ്ലീവിൻ്റെ ലെങ്ത്ത് എടുക്കുന്നത് എങ്ങനെ നോക്കാം. സ്ലീവ് ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക. അതിന് ശേഷം സ്ലീവിൻ്റെ ഈ തയ്ച്ച ഈ ഭാഗത്താണ് ടാപ്പ് പിടിക്കേണ്ടത്. ഇതുപോലെ ടാപ്പ് പിടിച്ചിട്ട് ഇവിടെ വരെ എത്ര ഉണ്ടെന്ന് നോക്കാം. ഇവിടെ ഉള്ളത് 15.25 പക്ഷേ ആൾക്ക് 12 ഇഞ്ച് മതി എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, 12 ഇഞ്ചിൻ്റെ അടുത്ത് മാർക്ക് ചെയ്യാം. ഇവിടെയാണ് വരുന്നത്, ഇവിടെ മാർക്ക് ചെയ്യാം. പിന്നെ അവിടുത്തെ വണ്ണം കൂടി ഒന്ന് നോക്കാം. ഇവിടുത്തെ വണ്ണം വരുന്നത് 5.5 ഇഞ്ചാണ്. അപ്പോൾ നമുക്കിത് തുണിയിലോട്ട് മാർക്ക് ചെയ്യാം. അപ്പം നമുക്ക് 12 ഇഞ്ചാണ് വേണ്ടത്. ആ 12 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്യാം. താഴെ നിന്ന് മുകളിലോട്ട് മാർക്ക് ചെയ്യാം. ഇവിടുന്ന് ഇവിടത്തേക്ക് മാർക്ക് ചെയ്യാം. ഇവിടെയാണ് വരുന്നത്. അപ്പം മുകളിൽ ഒരു 1/2 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി വേണം. അത് ഇവിടെ മാർക്ക് ചെയ്യാം. അതേപോലെ ഇവിടെയും മാർക്ക് ചെയ്യാം. 1/2 ഇഞ്ച് തയ്യൽ തുമ്പ്. ഈ 2 പോയിൻ്റ് ഒന്ന് വരച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് താഴെയുള്ള കൈവണ്ണം മാർക്ക് ചെയ്യാം. നമുക്ക് 5.5 ഇഞ്ചാണ് കിട്ടിയത്. അതിവിടെ മാർക്ക് ചെയ്യാം.
അപ്പോൾ അവിടുത്തെ തയ്യൽ തുമ്പ് നമ്മൾ ബോഡി പാർട്ടിന് എത്രയാണോ തയ്യൽ തുമ്പ് കൊടുത്തിട്ടുള്ളത് അത് തന്നെയാണ് ഇവിടെ മാർക്ക് ചെയ്യേണ്ടത്. ഞാൻ ബോഡി പാർട്ടിന് 1.5 ഇഞ്ചാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതേ 1.5 ഇഞ്ച് ഇവിടെയും കൊടുക്കാം കേട്ടോ. ഞാൻ ഇവിടെ 1.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനിയാണ് നമ്മളെ സ്ലീവിൻ്റെ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ വരുന്നത്. അപ്പോൾ ഇനി നമ്മൾ മാർക്ക് ചെയ്യേണ്ടത് കൈവണ്ണം എന്ന് പറയുമ്പോൾ നമ്മൾ ആം ഹോളിൻ്റെ തൊട്ട് മുകളായിട്ടുള്ളൊരു വണ്ണമുണ്ട്. അതെങ്ങനെ എടുക്കുന്നത് നമുക്ക് നോക്കാം. ബ്ലൗസ് ഇതുപോലെ എടുത്തിട്ട്, ബ്ലൗസ് ആയാലും ചുരിദാറായാലും ഞാൻ പറഞ്ഞില്ല എടുക്കേണ്ട മെത്തേഡ് ഒരേപോലെയാണ് കേട്ടോ. ബാക്ക് പീസ് ഇതുപോലെ വെച്ച് കൊടുക്കാം. അപ്പോൾ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. ഞാൻ എപ്പം പറയുന്ന പോലെ തന്നെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടെ നോട്ടിഫിക്കേഷൻ കിട്ടാനായിട്ട് ബെല്ലൈക്കണിലെ ഓൾ എന്ന ഓപ്ഷനും കൂടി ഒന്ന് കൊടുക്കണേ കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്കും മറ്റുള്ളവർക്കൊന്ന് ഷെയറും കൂടി ചെയ്ത് കൊടുക്കണേ കേട്ടോ. അപ്പോൾ നമുക്ക് അളവ് ബ്ലൗസിൽ നിന്ന് കൈവണ്ണം എടുക്കുന്നതെന്ന് നോക്കാം. ഈ എൻഡ് പോർഷൻ, അതായത് ആം ഹോളിൻ്റെ എൻഡ് പോർഷൻ ഇതുപോലെ പിടിക്കാം. എവിടെയാണോ സ്ട്രൈറ്റ് ആയിട്ട് വരുന്നത് കണ്ടോ, ഇവിടെയാണ് ഇത് സ്ട്രൈറ്റ് ആയിട്ട് വരുന്നത്, ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇവിടുന്ന് ഇവിടത്തേക്ക് എത്ര ഉണ്ടെന്ന് നോക്കാം. ഇവിടുന്ന് ഇവിടത്തേക്ക് വരുന്നത് 7.75 കേട്ടോ. അപ്പോൾ ഇതേപോലെ നമുക്ക് മറ്റേ സ്ലീവിൻ്റെ വണ്ണവും കൂടി ഒന്ന് നോക്കാം. അതെന്തിനാണ് 2 സ്ലീവിൻ്റെ നോക്കുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഇതേപോലെ പിടിക്കുക. സ്ട്രെയിറ്റ് ആയിട്ട് വരുന്ന എവിടെയാണ് വരുന്നത് അത് എത്ര ഉണ്ടെന്ന് നോക്കാം. ഇത് 7.75 തന്നെ വരുന്നുണ്ട്. ഇത് 2 സ്ലീവും കറക്റ്റായിട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു കാര്യം ഞാൻ എടുത്ത് പറയാൻ കാരണം എൻ്റെ കുറച്ച് കസ്റ്റമർക്ക് ഈ ഒരു പ്രശ്നം വരാറുണ്ട്. അതായത് ഒരു കൈവണ്ണം വലുതും മറ്റേ കൈവണ്ണം ചെറുതായിട്ട് വരാറുണ്ട്. അപ്പോൾ ഏകദേശം ഒരു 1/2 ഇഞ്ച് 1 ഇഞ്ചിൻ്റെ ഒക്കെ വ്യത്യാസം വരാറുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പം നമുക്ക് സ്ലീവ് കട്ട് എങ്ങനെയാണെന്ന് അറിയണമല്ലോ. അപ്പോൾ അതും കൂടി ഒന്ന് പറഞ്ഞുതരാം കേട്ടോ. അങ്ങനെ വരുമ്പം നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ 2 മെത്തേഡിൽ നമുക്ക് ചെയ്യാം. ഒന്നാമത്തെ മെത്തേഡ് എന്ന് വെച്ചാൽ അതായത് 2 സ്ലീവും സെപ്പറേറ്റ് ആയിട്ട് കട്ട് ചെയ്യാം. അപ്പോൾ രണ്ടാമത്തെ മെത്തേഡ് എന്ന് വെച്ചാൽ 2 സ്ലീവും ഒരുമിച്ച് വെച്ചിട്ട് വലിയ സ്ലീവിൻ്റെ അളവെടുത്തിട്ട് മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ രണ്ടാമത്തെ മെത്തേഡാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ നമ്മൾ തയ്ക്കുന്ന സമയത്ത് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ട് വരും. കാരണം നമ്മൾ വലിയ സ്ലീവിൻ്റെ അളവെടുത്തിട്ടാണല്ലോ കട്ട് ചെയ്യുന്നത്. അപ്പോൾ ചെറിയ സ്ലീവിൻ്റെ അളവെടുത്തിട്ട് മാർക്ക് ചെയ്ത് തയ്ച്ച് കൊടുക്കേണ്ടതായിട്ട് വരും കേട്ടോ. അപ്പോൾ ഈ 2 മെത്തേഡും ഞാൻ ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ എനിക്കത് പെർഫെക്റ്റ് ആയിട്ട് വരാറുണ്ട്. ഇതാണ് കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ നമ്മൾ കൈവണ്ണം ബ്ലൗസിൽ നിന്ന് എടുത്തിട്ടുണ്ട്. അതെങ്ങനെ മാർക്ക് ചെയ്യുന്നത് നോക്കാം. അത് മാർക്ക് ചെയ്യേണ്ടത് നമ്മളെ ഈ പോർഷനിൽ നിന്ന്, അതായത് കൈ നീളത്തിൻ്റെ ഈ പോർഷനിൽ നിന്ന് ഇവിടത്തേക്ക് നമ്മൾ എടുത്തിട്ടുള്ളത് 7.75 7.75 എടുത്ത് മാർക്ക് ചെയ്യാം. ഇവിടെ മാർക്ക് ചെയ്യാം. അതേപോലെ ഇവിടെയും മാർക്ക് ചെയ്യാം. ഇതൊന്ന് ലൈനാക്കി കൊടുക്കാം. ഇനി നമ്മൾ ആം ഹോളിൻ്റെ റൗണ്ടാണ് മാർക്ക് ചെയ്യേണ്ടത്. അത് ബ്ലൗസിൽ നിന്ന് എങ്ങനെ എടുക്കുന്നത് നോക്കാം. ഇതുപോലെ ആക്കാം. നമ്മൾ ബ്ലൗസിൽ നിന്ന് എടുക്കുമ്പം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഫ്രണ്ട് പീസിൽ നിന്ന് ഒരിക്കലും എടുക്കാൻ പാടില്ല. ആം ഹോളിൻ്റെ റൗണ്ട് ബാക്ക് പീസിനെ എടുക്കാൻ പാടുള്ളൂ കേട്ടോ. ഇതുപോലെ കറക്റ്റായിട്ട് ചുളിവൊന്നും ഇല്ലാതെ ഇതുപോലെ വെച്ച് കൊടുക്കാം. വെച്ച് കൊടുത്തിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടുന്നാണ് നമ്മൾ ആം ഹോളിൻ്റെ റൗണ്ട് എടുക്കേണ്ടത്. നമ്മൾ ഈ തയ്ച്ച ഈ ഭാഗത്തെ കൂടിയാണ്, ഇവിടുന്ന് തൊട്ട് ഇവിടെ വരെയാണ് നമ്മൾ എടുക്കേണ്ടത് കേട്ടോ. അതെങ്ങനെ എടുക്കാൻ നോക്കാം. ഇവിടെ ടാപ്പ് വെക്കാം. ഇതുപോലെ വെച്ചിട്ട് ഇങ്ങനെയാണ് നമ്മൾ മെഷർ ചെയ്തെടുക്കേണ്ടത്. ഉണ്ട് ഇവിടെ വന്നിട്ടുള്ളത് 8.75. അപ്പോൾ നമ്മൾ ആം ഹോൾ റൗണ്ട് വന്നിട്ടുള്ളത് 8.75. അപ്പോൾ അതേപോലെ തന്നെ ആയിരിക്കും ഇതിനും വന്നിട്ടുണ്ടാവല്. സെയിം ആണ്, കൈവണ്ണം സെയിം ആകുമ്പോൾ ആം ഹോളിൻ്റെ റൗണ്ടും സെയിം ആയിരിക്കും വന്നിട്ടുണ്ടാവല്. അപ്പോൾ ഇനി നമുക്ക് ആം ഹോൾ മാർക്ക് ചെയ്യാം. ആം ഹോൾ നമുക്ക് എത്രയാണ് കിട്ടിയിട്ടുള്ളത്? 8.75. ആ 8.75 എടുത്ത് മാർക്ക് ചെയ്യാൻ പാടില്ല. ആ 8.75 നിന്നും 1/4 ഇഞ്ച് കുറച്ചിട്ട് വേണം നമ്മൾ മാർക്ക് ചെയ്യാൻ. അപ്പോൾ നമുക്ക് എത്ര വരും? 8.5 ഇഞ്ച്. ആ 8.5 ഇഞ്ചാണ് നമ്മൾ മാർക്ക് ചെയ്യേണ്ടത്. അപ്പം നമുക്ക് ഷേപ്പ് വരച്ച് ചെയ്യുമ്പം കറക്റ്റായിട്ട് 8.75 കിട്ടും കേട്ടോ. അപ്പം നമ്മൾ ഈ 8.5 ഇഞ്ച് മാർക്ക് ചെയ്യേണ്ടത് നമ്മൾ തയ്യൽ തുമ്പില്ലേ ഇവിടെ നിന്നാണ് മാർക്ക് ചെയ്യേണ്ടത്. ഇവിടെ ടാപ്പ് വെക്കാം. ടാപ്പ് വെച്ചിട്ട് നമ്മൾ കൈവണ്ണം പോയ ഈ ലൈനില്ലേ എവിടെയാണോ 8.5 ഇഞ്ച് കിട്ടുന്നത് അവിടെയാണ് നമ്മൾ മാർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ മാർക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ടാപ്പ് ഇതുപോലെ ഇങ്ങനെ അനങ്ങാൻ പാടില്ല. അനങ്ങാതെ വേണം നമ്മൾ മാർക്ക് ചെയ്തെടുക്കാൻ. ഇതുപോലെ ടാപ്പ് വെച്ചിട്ട് ഇവിടെ ടൈറ്റിൽ പിടിക്കാം. ഇവിടെ ടൈറ്റ് പിടിച്ചിട്ട് ഇവിടെ എവിടെയാണോ 8.5 ഇഞ്ച് വരുന്നത് നോക്കാം.
കറക്റ്റായിട്ട് വരുന്നത് ഇവിടെയാണ്. അപ്പോൾ നമുക്കിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇവിടെയാണ് വരുന്നത്, ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം ഇവിടുന്ന് ഇവിടത്തേക്കുള്ള ലെങ്ത് എത്ര നോക്കാം. അപ്പോൾ ഇവിടെ വന്നിട്ടുള്ളത് 3.5 ഇഞ്ചാണ്. അപ്പം നമ്മൾ ഇവിടുന്ന് ഇവിടത്തേക്ക് ലെങ്ത്ത് കിട്ടിയിട്ടുള്ളത് 3.5 ഇഞ്ചാണ് കേട്ടോ. അപ്പോൾ നമ്മൾ സ്ലീവ് മാർക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടുന്ന് ഇവിടത്തേക്ക് ഒരളവ് മാർക്ക് ചെയ്യാറില്ലേ, ആ അളവ് കണ്ടുപിടിക്കേണ്ടത് ഈ ഒരു മെത്തേഡിൽ കൂടിയാണ് നമ്മൾ ആ അളവ് കണ്ടുപിടിക്കേണ്ടത് കേട്ടോ. പിന്നെ നമുക്ക് ഫോർമുല മെഷർമെൻറ്റിലും കണ്ടുപിടിക്കാം. അപ്പോൾ നിങ്ങളും ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഇവിടുന്ന് ഇവിടത്തേക്ക് നമ്മൾ 3.5 ഇഞ്ചല്ലേ കിട്ടിയത്, അതേ 3.5 ഇഞ്ച് ഇവിടെയും മാർക്ക് ചെയ്യാം. ഇവിടെ മാർക്ക് ചെയ്തിട്ട് ഇതൊന്ന് സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചു കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ ഒരുപാട് വരക്കേണ്ടൊന്നും ആവശ്യമില്ല. നമ്മളിപ്പോൾ തയ്യൽ പഠിച്ച് തുടങ്ങുമ്പം ഫസ്റ്റ് ഇങ്ങനെ വരച്ച് എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ എക്സ്പീരിയൻസ് ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്കിതുപോലെ ഷേപ്പ് വരച്ച് കട്ട് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഈ കൈവണ്ണത്തിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്യാം. ഈ കൈവണ്ണം നമ്മൾ മാർക്ക് ചെയ്ത് 7.25 അപ്പോൾ അതിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്യാം. അതിൻ്റെ സെൻറ്റർ വരുന്നത് 3.25 ഒരു പോയിൻറ്റും വരുന്നുണ്ട്. അതേ 3.25 ഒരു പോയിന്റ് ഇവിടെയും മാർക്ക് ചെയ്യാം. ഇതൊന്ന് വരച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഇവിടുന്ന് ഇവിടത്തേക്കുള്ള ലെങ്ത്ത് നോക്കാം. അത് നേരത്തെ നമ്മൾ മാർക്ക് ചെയ്ത് 3.5 ഇഞ്ചാണല്ലോ, ആ 3.5 ഇഞ്ചിൻ്റെ നേർപകുതി എടുക്കാം. നേർപകുതി വരുമ്പം 1.25 വരുന്നുണ്ട്, കണ്ടില്ലേ ഇവിടെ 1.25. അതിൻ്റെ കൂടെ 1/4 ഇഞ്ചും കൂടി കൂട്ടാം. അപ്പോൾ 2 ഇഞ്ചാണ് വരുന്നത്. ആ 2 ഇഞ്ച് മാർക്ക് ചെയ്യേണ്ടത് ഞാൻ ഇവിടെ എഴുതി കാണിക്കാം. 3.5 അതിൻ്റെ നേർപകുതി 1.25 പ്ലസ് 1/4 ഇഞ്ച്, അപ്പോൾ 2 ഇഞ്ച് വരും കേട്ടോ. അപ്പം നമ്മൾ ഈ 2 ഇഞ്ച് എങ്ങനെ മാർക്ക് ചെയ്യും, അത് ശ്രദ്ധിക്കാനുണ്ട്. മുകളിൽ നിന്ന് താഴേക്കല്ല മാർക്ക് ചെയ്യേണ്ടത്, താഴെ നിന്ന് മുകളിലേക്കാണ് മാർക്ക് ചെയ്യേണ്ടത്. ഇവിടുന്ന് ഇവിടത്തേക്കാണ് മാർക്ക് ചെയ്യേണ്ടത് കേട്ടോ. ഇതാണ് നമ്മളെ ഷേപ്പ് വരക്കാനുള്ള സെൻറ്റർ പോയിന്റ്. ഇതിലേക്കൂടെയാണ് നമ്മൾ ഷേപ്പ് വരച്ച് കൊടുക്കേണ്ടത് കേട്ടോ. ഇവിടുന്ന് 1 ഇഞ്ച് എടുത്ത് മാർക്ക് ചെയ്യാം. അതേപോലെ ഇവിടുന്ന് 1/2 ഇഞ്ച് എടുത്ത് മാർക്ക് ചെയ്യാം. ഈ പോയിന്റിലേക്കാണ് നമ്മൾ ഷേപ്പ് വരച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ ചിലവരെന്ത് ചെയ്യും, ഇവിടുന്ന് 1 ഇഞ്ചിന് പകരം 1.5 ഇഞ്ച് 2 ഇഞ്ചൊക്കെ കൊടുക്കാറുണ്ട്. അങ്ങനെ കൊടുക്കുമ്പോൾ ഇത്ര ഭാഗത്ത് നമുക്ക് പഫായിട്ട് വരും, അതായത് ചുളി വരും. ചുളി വന്നു കഴിഞ്ഞാൽ ഒരു ഭംഗി ഉണ്ടാവില്ല. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം വെച്ചാൽ അങ്ങനെ ചുളി വരുത്താതെ 1 ഇഞ്ച് എടുത്ത് മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ എന്ത് ചെയ്യുക, സ്ലീവിന് ഷേപ്പ് വരച്ച് കൊടുക്കാം. നമുക്ക് കൈ കൊണ്ടും വരക്കാം കേട്ടോ. അപ്പോൾ ഞാനിന്ന് കർവ് സ്കെയിൽ വെച്ചിട്ടാണ് കാണിക്കുന്നത്. അത് ഇതുപോലെ വച്ച് കൊടുക്കാം. അതായത് ഈ പോയിന്റ് നമ്മുടെ സെൻറ്റർ പോയിന്റിൽ ഇതുപോലെ മുട്ടണം. ഇതുപോലെ മുട്ടിട്ട് നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത 1 ഇഞ്ചില്ലേ അവിടെ മുട്ടിട്ട് ഇതുപോലെയാണ് വരച്ചു കൊടുക്കേണ്ടത്. ഇങ്ങനെ വരച്ചു കൊടുക്കാം. ഇവിടെ ഇതുപോലെ വരച്ചിട്ടുണ്ട്. എന്ത് ചെയ്യുക, ഈ ഭാഗം നേരെ ഓപ്പോസിറ്റായിട്ട് വെച്ച് കൊടുക്കാം. ഇതുപോലെ വെച്ച് കൊടുക്കാം, ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഇവിടത്തേക്കാണ് വരച്ചു കൊടുക്കേണ്ടത്. ഞാനിവിടെ വരക്കുന്നുണ്ട്. ഇങ്ങനെ വരച്ചു കൊടുക്കാം കേട്ടോ. ഈസി ആയിട്ട് വന്നില്ലേ. അപ്പോൾ ഇനി നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ കറക്റ്റായിട്ടുള്ള ആംഹോൾ എത്രയായിരുന്നു, 8.25. ഈ 8.25 നമുക്ക് കിട്ടുന്നുണ്ടോ നോക്കാം. അത് ഇതിലേ കൂടിയാണ് നമ്മൾ മെഷർ ചെയ്തെടുക്കേണ്ടത്. നമ്മൾ ഈ വരച്ച ഈ ലൈനിലെ കൂടിയാണ് അളവെടുക്കേണ്ടത്. അത് നോക്കാം. കണ്ട കറക്റ്റായിട്ട് 8.25 കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മളെ അളവൊക്കെ കറക്റ്റായിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ വണ്ണം കൂടി നോക്കാം. നമ്മൾ 7.25 വണ്ണം, ആ വണ്ണം 7.25 കിട്ടുന്നുണ്ട് നോക്കാം. കണ്ട കറക്റ്റായിട്ട് 7.25 കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മളെ മാർക്കിംഗ് ഒക്കെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആംഹോൾ അളന്ന് നോക്കുമ്പോൾ വ്യത്യാസം വരുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ആംഹോൾ കറക്റ്റ് ആക്കിയതിന് ശേഷം സ്ലീവ് കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ. നമ്മൾ കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞിട്ട് കറക്റ്റായി വന്നില്ല എന്ന് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല കേട്ടോ. അപ്പോൾ നമുക്കിവിടെ കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്കിനി ഇവിടെ തയ്യൽ തുമ്പ് മാർക്ക് ചെയ്യാം. നമ്മൾ താഴെ മാർക്ക് ചെയ്ത് 1.5 ഇഞ്ചാണ്, അതേ 1.5 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്യാം. ഇത് ഇവിടത്തേക്ക് യോജിപ്പിച്ച് കൊടുക്കാം. ഇനി നമ്മൾ ഫ്രണ്ട് സ്ലീവ് കുഴിച്ചു വെട്ടാനായിട്ട് ഈ സെൻറ്റർ പോയിന്റിൽ നിന്നും അകത്തോട്ട് 1/2 ഇഞ്ച് എടുത്ത് മാർക്ക് ചെയ്യാം.
അപ്പോൾ നമ്മൾ നേരത്തെ കർവ് സ്കെയിൽ വെച്ച് ഷേപ്പ് വരച്ചില്ലേ, അതേപോലെ തന്നെയാണ് ഫ്രണ്ട് സ്ലീവിനും വരച്ചു കൊടുക്കേണ്ടത്. ഈസിയാണ് കേട്ടോ. ഇതുപോലെയാണ് ചെയ്യേണ്ടത്. ഇവിടെ ഇതുപോലെ വെച്ച് കൊടുക്കാം. ഇവിടെ മുട്ടത്തൊക്കെ ഇതിൽ വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ വരക്കാം. നേരെ ഓപ്പോസിറ്റ് വെക്കാം. ഇതുപോലെ വെച്ചിട്ട് ഇങ്ങനെ വരച്ചു കൊടുക്കാം. കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇത് ഫ്രണ്ട് സ്ലീവാണ് കേട്ടോ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഈ പോയിൻറ്റും അതുപോലെ ഈ പോയിൻറ്റും വരച്ചു കൊടുക്കാം. ഈ സ്കെയിൽ കൊണ്ട് വരച്ചു കൊടുത്താൽ നമ്മൾ എന്ത് ചെയ്യുക, ഈ സ്കെയിൽ കൊണ്ടാണ് നമ്മൾ വരക്കുന്നുണ്ടെങ്കിൽ നമ്മൾ രണ്ടാമതൊരു ഷേപ്പ് വരച്ചു കൊടുക്കേണ്ടതായി വരും. അപ്പോൾ അതിനേക്കാൾ നല്ലത് ഇതുപോലത്തെ സ്കെയിൽ വെച്ചിട്ട് വരക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഇതുപോലത്തെ സ്കെയിൽ വെച്ചിട്ടാണ് വരക്കുന്നത്. ഇതുപോലെ വെച്ചിട്ട് ഇങ്ങനെ വരച്ചു കൊടുക്കാം. ഇത് തയ്യൽ തുമ്പാണ്. അപ്പോൾ നമ്മുടെ സ്ലീവിൻ്റെ മാർക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് കട്ട് ചെയ്ത് മാറ്റാം. കട്ട് ചെയ്യുമ്പോഴും കൂടി ശ്രദ്ധിക്കാണ്ട് കാര്യങ്ങൾ. നമ്മൾ ബാക്ക് സ്ലീവാണ് ഫസ്റ്റ് കട്ട് ചെയ്യേണ്ടത്. ഫ്രണ്ട് സ്ലീവ് ഒന്നും പോയി കട്ട് ചെയ്തേക്കല്ല കേട്ടോ. അപ്പോൾ നമുക്കിത് കട്ട് ചെയ്ത് മാറ്റാം. ഫസ്റ്റ് ഇവിടെ നിന്ന് തുടങ്ങാം. ഇവിടെ ഒരു നോച്ചും കൂടി കൊടുക്കാം കേട്ടോ. ഇവിടെയും കൊടുക്കാം. ഇനി സ്ലീവ് ഓപ്പൺ ആക്കി കൊടുത്തിട്ട് ഈ ഫ്രണ്ട് സ്ലീവിൻ്റെ ഈ പോർഷൻ കട്ട് ചെയ്തെടുക്കാം. ഫ്രണ്ട് സ്ലീവ് ആണെന്ന് മനസ്സിലാവാൻ വേണ്ടി ഇവിടെ ഒരു നോച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ സ്ലീവിൻ്റെ മാർക്കിങ്ങും കട്ടിങ്ങും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ. ഓക്കെ, അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്